മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ തൃശ്ശൂർക്ക് പോവാണ്. അപ്പോൾ തൃശ്ശൂർക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്, പക്ഷെ അതിൻ്റെ മുന്നേ കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണ് ഇന്നത്തെ ടാസ്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലെ എനിക്ക് ഓൾറെഡി ഇന്ന് രാവിലെ ഒരു പ്രൊമോഷൻ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ 9 മണിയാകുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ചെയ്യാം, ഈവനിങ് ട്രെയിൻ ഉണ്ട്, അതിൻ്റെ മുന്നേ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി വന്നിട്ട് മതി എന്ന് പറഞ്ഞത് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 11 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് ഗൈസ് വിളിക്കുന്നത്, നമുക്ക് ഇന്ന് എന്തായാലും ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അപ്പോൾ നമ്മളിന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞാൻ ആരെ കൂടെ പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്ളോഗിലൂടെ ഇങ്ങനെ വഴി അറിയാം ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം പോയി ഡ്രസ്സ് മാറ്റി ഫുള്ള് ഒന്നുകൂടെ ഒന്ന് റെഡി ആയി ഫേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ ഞാൻ കുളിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കണം ഗൈസ്. അതാണ് നെക്സ്റ്റ് ദൗത്യം. ഇതാണ് ഭയങ്കര ടാസ്ക് ദൗത്യം ഗൈസ്. അപ്പോൾ അത് നമുക്ക് വേഗം ചെയ്തിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അച്ഛനെ വെയിറ്റ് ചെയ്ത് അച്ഛൻ നമ്മൾ പൊറക്കാട്ടിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓൾറെഡി വലിയ ബാഗൊന്നുമില്ല, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി മെയിൻ തിങ് നമുക്കിനി ടൗണിലെത്തണം അർജൻറ്റായിട്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ പ്രൊമോഷൻ്റെ ടീമിനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ അപ്പോൾ അച്ഛൻ വരുന്നവരെ കാത്തിക്കട്ടെ ഗൈസ്. അങ്ങനെ അച്ഛൻ നമ്മളെ ബസ് സ്റ്റോപ്പിലാക്കി തന്ന് എനിക്കാണ് ATM പൈസ എടുക്കാറുണ്ടായിരുന്നു. പിന്നെ അതിലും വലിയൊരു സങ്കടം ഗൈസ്, എൻ്റെ ക്ലാസ് കാർഡ് പൊട്ടി. ഇനിയിപ്പോൾ ഞാൻ അത് പോയി റെഡിയാക്കണം. ഞാനിപ്പോൾ കുറച്ച് മുന്നേ ക്ലാസ് കാർഡ് ശ്രദ്ധിച്ചത്. ഇന്നലെ ബീച്ചിൽ പോയ സമയത്ത് ഞാൻ അവിടെ അടിച്ച് വീഴാൻ പോയിന്. ആ സമയത്ത് ഫോൺ ആദ്യം പോയി അടിച്ചു ഗൈസ്. എൻ്റെ ഫോൺ വീട്ടിലെ ഫോൺ നേരെ പോയി അടിഞ്ഞ്. നമ്മൾ ആദ്യം ക്ലാസ് കാർഡ് പോയി മാറ്റിയിട്ട് വേണം നമുക്ക് ആ വർക്കിന് പോവാൻ. ഹായ് ഗൈസ്, എൻ്റെ അനിയനാണ് ഗൈസ്. ഇവിടെ ഇരിക്കും. ഇവരെ ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഈ ബസ്സിൽ കണ്ടുമുട്ടിയത്. ഹരീഷ് അത്തോളി സ്കൂളിലപ്പോൾ എന്താ പഠിക്കുന്നത്? അനിയനായിട്ട് വിചാരം എനിക്കറിയില്ല എന്താ പഠിക്കുന്നതെന്നുള്ളത്. ആക്ച്വലി ഇവിടെ മറന്നു പോയവരൊക്കെ വലുതായി പോയി ഗൈസ്. അതാണ് ഇവിടെ ഇറങ്ങണ്ടേ മോളാ. എൻ്റെ സ്റ്റോപ്പ് എത്താനായി. എൻ്റെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തെ സ്റ്റോപ്പിലാണ് എൻ്റെ സ്ഥലം വരുന്നത്. അപ്പം ഞാനിന്ന് അപ്ഡേറ്റിൽ എൻ്റെ ഫോണിൻ്റെ ക്ലാസ് കാർഡ് മാറ്റാൻ വന്നിരുന്നു. അപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തൊരു വ്ളോഗറെ ഞാൻ ഇവിടെ കണ്ട്, പ്രവിദേശിനെ. ഹസ്ബൻഡ് മക്കൾക്ക് സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം കണ്ട സമയത്ത്. ഞാൻ അവിടെ നിന്നപ്പോൾ ആള് മാസ്ക് ഇട്ടുണ്ട്, ഇത് തന്നെയാണോ എന്ന് കൺഫർമേഷൻ വെക്കുകയായിരുന്നു. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. വീണ്ടും ഇവർ ഗൈസ് ഇന്നും നമ്മളൊരു പ്രൊമോ വീഡിയോ എടുക്കേണ്ടത്. ഇന്ന് പ്രൊമോ വീഡിയോ അല്ല, അതൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് എടുക്കാം. നമ്മളൊരു ജനം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അവർ പാവപ്പെട്ട ആൾക്കാരെ, ഇപ്പോൾ തെരുവിലൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ വീടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ കാണാൻ കഴിയും. നമ്മളെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ ബീച്ച് സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീട് വെച്ചു കൊടുക്കുന്ന പരിപാടിയായിട്ട് ഒരു മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ജനം ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇതിന് മുന്നോട്ട് നിൽക്കുന്നത്. ഭയങ്കര നല്ലൊരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ദീർഘദൂരം, അതായത് 100ഓളം ആൾക്കാരെ ഇവര് എന്താ പറയാ പുനരുജ്ജീവിപ്പിക്കുന്നാണ് പറയുന്നത്. അപ്പം അതിനുള്ള സപ്പോർട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ ഞങ്ങൾ സെലിബ്രിറ്റി അടുത്തേക്ക് വന്നതാണ്. ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും വരും. അതിൽ നമ്മളൊരു സ്കാനർ എന്തായാലും നമ്മൾ കൊടുക്കും. അപ്പം നിങ്ങൾ കഴിയുന്നത് വലിയ എമൗണ്ട് ഒന്നും പറയുന്നില്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു 50 രൂപ നമ്മൾ അതിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേർക്ക് അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. നമ്മൾ ഒരുപാട് വേണ്ടാത്ത ആവശ്യങ്ങൾക്ക് പൈസ ചെലവുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്യുക ഗൈസ്. യെസ് ഗൈസ്, ഇന്നത്തെ പരിപാടി കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് നമ്മൾ പോയി വരാം ഗൈസ്. അപ്പം ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു. എനിക്ക് പ്രതിഭേച്ചിനൊക്കെ കാണാൻ പറ്റി, കുറേ സംസാരിച്ച്. അമ്മ അവരെ വീഡിയോ കോൾ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി, കാരണം നമുക്ക് അത്ര ഇഷ്ടമുള്ള വ്ളോഗേഴ്സാണ് അവർ. അപ്പം ഇനി നമ്മൾ നേരെ പോകുന്ന SM സ്ട്രീറ്റിലോട്ടാണ്. എനിക്കിന്നൊരു ചെരുപ്പ് വാങ്ങണം. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. നല്ല വെയിലാണ് ഗൈസ്, ഓട്ടോ പോലും ഇല്ല. അങ്ങോട്ട് പോവാം. നമ്മളിതാ ഈ ചെരുപ്പ് എടുത്തിരിക്കുന്നു. ഗൈസ് നമ്മളപ്പോൾ അമീറിലാണുള്ളത്. നമ്മൾ ഇന്ന് തൃശ്ശൂർ പോകുന്നത് നമുക്കൊരു ഷൂട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളിവിടുന്ന് കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി വന്നതാണ്. കോസ്റ്റ്യൂം, റെൻ്റൽ ജ്വല്ലറി എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നൊക്കെ ഇവിടുന്ന് ഇറങ്ങണം. ട്രെയിനിൽ കുറച്ചും കൂടെ സമയമില്ലെങ്കിൽ അല്ലോറയിലും പോകാണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാം ഗൈസ്. ഞങ്ങളിത് താങ്ങി പിടിച്ച് നടക്കുകയാണ് ഗൈസ്.
പ്രതീക്ഷിച്ചില്ല ഗൈസ്. ചത്തക്ക് ഇനി നമുക്ക് പർച്ചേസ് തീർന്നില്ല. സമയം 4 മണി എങ്ങാനായി ഗൈസ്. നടന്ന് ഉപ്പാടടക്കി അവസാനം ഞങ്ങള് ഇതിലെന്താ ഈ ഷോപ്പിലെന്താ പറയാ, കലന്തൻസ് നമ്മളെ പുതിയ സ്റ്റാൻഡിലാണ് ഗൈസ്. നമ്മൾ വണ്ടിക്കാണ് ഗൈസ്. അയ്യോ ചത്ത് ഗൈസ്, വേണ്ടില്ല ഇതില്. ഫാൻ ഫിറ്റിംഗ് ഞങ്ങൾ ഹൈലൈറ്റ് എടുക്കാൻ വരുമ്പോൾ ഒരാളെ തഗ് നമ്മൾ വലുതെടുത്താൽ ഒരു ഫാൻ ഫിറ്റ് ചെയ്ത് തിരക്കാണ് ഗൈസ്. ഗൈസ് 4:20 ട്രെയിനിന് പോകേണ്ട ഞങ്ങളാണ്. ഇപ്പോൾ 6 മണിയായിട്ട് നമുക്ക് 6:25 ട്രെയിനിന് കൂടെ കയറിയില്ല, തീർന്നു ഗൈസ്. നമ്മൾ ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നാണ്. ഓർണമെന്റ്സ് ഓൾറെഡി ബില്ലടിച്ചിട്ട് നോക്കുക, എടുത്ത് ഓടാനുള്ള ബോധ്യമുണ്ടോ? കണ്ടിട്ട് മതിയാവുന്നതല്ലോ, എല്ലായിടത്തും ഇങ്ങനെ ഇട്ട് നിൽക്കാൻ കളക്ഷൻസ് ആണ്. ഒരുപാട് സൂപ്പർ കളക്ഷൻസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള വിലയുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ നോക്കി കണ്ടു വരിക. ട്രെയിനിന് 10 മിനിറ്റ് സമയം മാത്രം ഗൈസ്. ഇങ്ങനെ ഓടിപ്പിടിച്ച് ഓട്ടോ കിട്ടി വാങ്ങി കയറി വന്നാൽ ഗൈസ്. നമ്മളിനി വേണ്ടി ട്രെയിൻ കയറിട്ട് വെട്ടി കളയുന്ന അർച്ചേച്ചി ഗൈസ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുന്നു ഗൈസ്. നമ്മളോട് സ്ലീപ്പറിലായി പോയി കയറിയത്. ഒരു കുത്തനെ നിൽക്കാൻ ഞങ്ങളെപ്പോലെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഗൈസ്. പെട്ട അവസ്ഥയാണ്, മാറിപ്പോയി. നമുക്ക് കുറ്റിമ്പറ വരെ ആയതുകൊണ്ട് സീനില്ല. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ലാൻഡ് ചെയ്തു ഗൈസ്. ആ കുറ്റിപ്പുറത്ത് ഗൈസ്. തൃശ്ശൂർ എത്തണ്ട ഗൈസ്. നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം ഗൈസ്. അത് ഗൈസ് ഇതിനടുത്ത കമന്റ് വരും. ഗൈസിന്റെ സംസ്ഥാന സമ്മേളനമാണല്ലോ മോളെ മൊത്തം. ഞങ്ങൾ ഇത്രയും ഐറ്റംസ് തൂക്കി പിടിച്ചാണ് ഞങ്ങൾ ആ ട്രെയിനിൽ വന്നത് ഗൈസ്. അതെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് ടിക്കറ്റ് വരെ അടിച്ച് ലോക്കൽ ടിക്കറ്റ് എടുത്ത് നമ്മൾ പോയി സ്ലീപ്പറിൽ കയറിയും ഗൈസ്. സ്റ്റെപ്പ് കയറി ഇത്രയും വലിയ സ്റ്റെയർ ആണ് ഗൈസ്. ഞാൻ കയറാനുള്ളത് കേറട്ടെ ഗൈസ്. കാറിൽ കയറി നേരെ പോയി ഫുഡ് കഴിക്കണം ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഗൈസ്. അങ്ങനെ നമ്മൾ നഹദിയിൽ എത്തിയിരിക്കുന്നു. ചോറല്ല ഞാൻ ചിക്കൻ മന്തി, ഹർഷേച്ചി ബീഫ് മന്തി. നമ്മളവിടെ ഒരുത്തേം കൂടെ ഉണ്ട്. ഇപ്പം വരും കാറിൻ്റെ. നമ്മളോട് വർത്താനം പറഞ്ഞ് കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഓഫ് ആക്കാൻ മറന്ന് ഗൈസ്. പാവം അതിൽ പോയതാണ്. നമ്മളതൊരു വെയിറ്റ് ചെയ്യാം ഗൈസ്. കഴിച്ചിട്ട് വരാം ഗൈസ്. ഇതോ കാര്യങ്ങളോ അറിയാത്ത ഗൈസ് ഒരു പറ മന്തി കഴിച്ച് നെക്സ്റ്റ് നമ്മൾ കോഫി. ഇതൊക്കെ നേരെ നമ്മൾ നൈറ്റ് ഡ്രൈവ് പോവാണ്. അത് കുഴപ്പമില്ല, പോട്ടെ ഗൈസ്. നമ്മൾ നൈറ്റ് ഡ്രൈവ് പോവാണ്. ഐ ലവ് പൊന്നാനി. ദിസ് ഈസ് ഹർഷേച്ചി, ദിസ് ഈസ് മുന്താസ്ത, ദിസ് ഈസ് മീ ഗൈസ്. മുന്താസ്ത ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ നമ്മൾ ലേഡീസ് നൈറ്റ് ഡ്രൈവ് ട്രിപ്പ് പോകുന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ അല്ലേ ഹർഷേച്ചിക്ക് അടിപൊളി അഭിപ്രായമാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ നല്ല സെറ്റാണ്. അത് ഒരേ വൈബിളുള്ള ആളുകൾ ഇങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് അടിപൊളി തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ പൊന്നാനി ബീച്ച് ഒന്ന് കവർ ചെയ്യാൻ വന്നാൽ അവിടെ ഒരുപാട് കുട്ടി കുട്ടി ഷോപ്സും ഭയങ്കര ആംബിയൻസും, ഒരു സൈഡിൽ വെള്ളം ഒരു സൈഡിൽ കരാന്ന് പറയുന്ന മാതിരി. ഇപ്പൊ നമ്മള് കർമ്മ റോഡിലാട്ടോ. ഇപ്പൊ നമ്മള് പൊന്നാനി കർമ്മ റോഡിലാണല്ലോ ഗൈസ്. ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ ഗൈസ്. കുറച്ച് നേരം ഇത് വണ്ടി പോകുന്ന എടുക്കട്ടെ. ഇത് രണ്ടും കാണുന്ന ഇത് കാണുന്ന ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോ കാണുന്നത് ഞങ്ങൾ ഇവിടെ നാറ്റിക്കുന്നു.
ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നത്. വെള്ളമില്ല ഗൈസ്, വെള്ളമില്ലാത്ത പാല് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഗൈസ്. ഈ ഫോണെങ്ങാൻ താഴെ വീണാൽ വാങ്ങിയിട്ട് 2 ആഴ്ചയായിരുന്നു. ഞാൻ എടുത്ത് ചാടില്ല, പിന്നെ പുറക്ക് പോകേണ്ടി വരില്ല. അല്ലാതെ അച്ഛൻ പറയുന്നത് നിങ്ങൾ ഒരു 2 മാസമൊക്കെ ഈ നല്ലോണം ഉപയോഗിച്ചിട്ടും അത് എല്ലാ ഫോണും ഞാൻ പെട്ടെന്ന് പൊട്ടിക്കുന്നതൊക്കെ നിങ്ങളെ കാണുന്നുണ്ടോ ഇതിൻ്റെ അകത്ത്. ആയസ് നമ്മളെ മറ്റേ ബോക്സ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് പാസ് ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് പൊന്നാനി ബീച്ചിലാണ് ഗൈസ്. ഒട്ടുക്കത്തെ തണുപ്പാ, കാലിൽ വന്ന് വെള്ളം നിൽക്കുമ്പോൾ. ഗൈസ് സെറ്റ് ഗൈസ്, നല്ല തണുപ്പുണ്ട്. ഏത് കുളിക്കാത്തവരെ അവിടെ കൊണ്ടുപോയിട്ടാ. കോഴിക്കോട് ബീച്ചിലൊക്കെ രാത്രി പോയിരുന്നാൽ അവർക്ക് ഇത്ര തണുപ്പുണ്ടാവില്ല. ഇരുട്ടത്ത് കാണുന്നുണ്ട് എന്തെങ്കിലും കാണുന്നുണ്ട്. കൊണ്ടുവരാൻ അഴകിയില്ല അതിനകത്തേക്ക് എടുത്തിടാ ഗൈസ്. ഗൈസ് ഒരാൾ തല ചവിട്ടൂലെന്ന് പറഞ്ഞതാ ഗൈസ്. ഞങ്ങള് കാലിനടിയിൽ എന്ത് കയറുന്ന പറഞ്ഞേ. എവിടെ അതെ പിടിക്ക്. അയ്യോ ഗൈസ്, ആഞ്ഞു പോയി പിടിച്ചതാ. മീൻ എന്താ പിടിക്കാൻ പോകുന്നവര്. ഇപ്പൊ കാലില് മണലുണ്ടോ നോക്കട്ടെ. ഗൈസ് നമ്മൾ ബ്രൗണി വാങ്ങാൻ വേണ്ടി വന്നാണ്. ഔണി ഗൈസ് ചുണ്ടുമുതൽ ലിപ്സ്റ്റിക്കും പോയിട്ട് എന്റെ പോയോ അയ്യോ എടുത്ത് കൊണ്ടടക്ക. ബ്രാൻഡൊന്നും ഞാൻ പറയില്ല ഗൈസ്. നമ്മളപ്പം ബ്രൗണി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ കാലിക്കറ്റിലെ ബ്രൗണി കഴിച്ചു, ഇവിടെ കുറ്റിപ്പുറത്തെ ബ്രൗണി, പൊന്നാനിത്തെ ബ്രൗണി എങ്ങനെ ഉണ്ടെന്നോ. മറ്റേ അതിന് പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ചോളം കഴിച്ചു, പക്ഷെ എരിവുള്ളതല്ലേ. മിക്സ്ഡ് മസാല. ആ മിക്സഡ് മസാല. ഇതും ടേസ്റ്റ് ചെയ്യുന്നോട്ടെ. മധുരം ഒരു മിക്സഡ് മസാല അടിപൊളിയില്ല. ഞാൻ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. ഗൈസ് നമ്മൾ റൂമിലെത്തി ഗൈസ്. അപ്പം നമ്മളിതാ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ചത്ത് കുത്തി അവസ്ഥാനന്തരായിട്ട് ഗൈസ്. അപ്പം ചുമാറ് നമുക്ക് രാവിലെ നേരത്തെ എണീറ്റ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.